വാണവരുടെ വാഴ്ത്തുപാട്ടാണ് ചരിത്രം. വീണുപോയവർ ഇനി അവരെത്ര ശക്തരും പ്രാപ്തരുമായിരുന്നാലും ചരിത്രം എന്നും അവഗണിച്ചിട്ടേയുള്ളൂ. എന്നാൽ ഒരു നേതാവിനെയും വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒടുക്കം ഒരു വിജയമായിരുന്നോ പരാജയമായിരുന്നോ എന്നതിനെ ആശ്രയിച്ചാകരുത്. എങ്കിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് വീണുപോയെങ്കിലും അതിനു മുമ്പ് തൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തിയ ഒരു ബിസിനസ് ടൈക്കൂണിനെ കുറിച്ചാണ്. ആലങ്കാരികതകൾ ഒന്നുമില്ലാതെ ഇങ്ങനെ പറയാം. ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ രാജ്യത്ത് സ്വന്തം ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുകയും ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും എല്ലാം വലിയ മത്സരം സൃഷ്ടിച്ചപ്പോൾ നിലനിൽപ്പിനായി പൊരുതി വീഴുകയും ചെയ്ത ഒരു ഇന്ത്യൻ ബിസിനസ്സുകാരൻ. പേര് വേണുഗോപാൽ ധൂത്. വേണുഗോപാൽ ധൂതിന്റെ കഥ തുടങ്ങുന്നത് ബജാജ് ഓട്ടോയുടെയും സ്കൂട്ടറുകളുടെയും ഡീലർഷിപ്പ് ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ്. 1951 സെപ്റ്റംബർ 30 മുംബൈയിലാണ് വേണുഗോപാൽ ധൂതിന്റെ ജനനം. അഹമ്മദ് നഗറിലെ വേണുഗോപാലിന്റെ കുടുംബം പരമ്പരാഗതമായി കൃഷിക്കാരായിരുന്നുവെങ്കിലും വേണുഗോപാലിന്റെ പിതാവ് നന്ദലാൽ മാധവലാൽ ധൂത് ചില ബിസിനസ് സംരംഭങ്ങൾ ആരംഭിച്ചിരുന്നു. ബജാജിന്റെ ഡീലർഷിപ്പിനും അപ്പുറം വേണുഗോപാൽ ധൂത് മറ്റു ചില സംരംഭങ്ങളെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് 1984 നന്ദലാൽ മാധവലാൽ ധൂതിന്റെ മൂത്ത മകനായ വേണുഗോപാൽ ധൂത് ഒരു ബിസിനസ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നത്. ആ പേരറിയാത്ത ഒരു ഇന്ത്യക്കാരനും ഉണ്ടാകില്ല എന്നതാണ് സത്യം. ആ സ്ഥാപനത്തിന്റെ പേരാണ് വീഡിയോകോൺ. അവിടെ നിന്നാണ് വേണുഗോപാൽ ധൂത് എന്ന ആരെയും അമ്പരപ്പിക്കുന്ന ചരിത്രമുള്ള ബിസിനസ്സുകാരന്റെ ജനനം. 1982 രാജ്യത്തെ ഏക ടെലിവിഷൻ ചാനലായ ദൂരദർശൻ ഇന്ത്യയിൽ കളർ ടെലിവിഷൻ പരിപാടികൾ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് ധൂത് കുടുംബത്തിന്റെ ഭാഗ്യദശ ആരംഭിക്കുന്നത്. പരമ്പരാഗത പിക്ചർ ട്യൂബ് അധിഷ്ഠിത കളർ TV സെറ്റുകളുടെ നിർമ്മാണത്തിലേക്ക് കടക്കാൻ വേണുഗോപാൽ തീരുമാനിച്ചു. അറിയാത്ത പണികളൊന്നും ചെയ്യരുതെന്നും അനുഭവമില്ലാതെ വിജയം നേടാനാകില്ലെന്നുമുള്ള പൂർവികരുടെ വാക്കുകൾ വേണുഗോപാൽ ഉൾക്കൊണ്ടു. അങ്ങനെ കളർ ടെലിവിഷൻ നിർമ്മാണം പഠിക്കാൻ വേണുഗോപാൽ തീരുമാനിച്ചു. പൂനെ സർവകലാശാലയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയ ധൂത് ഇലക്ട്രോണിക്സ് കമ്പനികളിൽ പരിശീലനം നേടുന്നതിനായി ജപ്പാനിലേക്ക് പുറപ്പെട്ടു. ഒരു വർഷം ജപ്പാനിലെ വിവിധ കമ്പനികളിൽ പരിശീലനം നേടിയ ധൂത് 1986 വീഡിയോകോൺ ഇന്റർനാഷണൽ എന്ന ബിസിനസ് സാമ്രാജ്യം സ്ഥാപിച്ചു. ഒരു വർഷം ജപ്പാനിലെ വിവിധ കമ്പനികളിൽ പരിശീലനം നേടിയ ധൂത് 1986 വീഡിയോകോൺ ഇന്റർനാഷണൽ സ്ഥാപിച്ചു. പ്രതിവർഷം 1,00,000 TV സെറ്റുകൾ നിർമ്മിക്കാനാണ് കമ്പനി ലക്ഷ്യമിട്ടത്. ജാപ്പനീസ് ഇലക്ട്രോണിക്സ് ഭീമന്മാരായ തോഷിബയുമായി സാങ്കേതിക സഹകരണത്തിൽ ഏർപ്പെട്ടതോടെ വീഡിയോകോണിന്റെ ശുക്രനുദിച്ചു. കളർ TV സെറ്റുകളിൽ നിന്ന് 1990കളിൽ വീഡിയോകോൺ റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, എയർ കണ്ടീഷനുകൾ, ഹോം എന്റർടൈൻമെന്റ് സിസ്റ്റംസ്, മറ്റ് ചെറിയ വീട്ടുപകരണങ്ങൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പുറത്തിറക്കി. അക്കാലത്തെ വിപണി കൈയടക്കിയിരുന്ന ഏതൊരു ഇലക്ട്രോണിക്സ് കമ്പനിയോടും കിടപിടിക്കാൻ കഴിയുന്ന സാങ്കേതിക മികവും മധ്യവർഗത്തിന് താങ്ങാൻ കഴിയുന്ന വിലയുമായി വീഡിയോകോൺ തിളങ്ങി നിന്നു. വീഡിയോകോണിന്റെയും വേണുഗോപാൽ ധൂതിന്റെയും പുഷ്കര കാലമായിരുന്നു 1990കൾ. ബിസിനസ് ജേർണലിസ്റ്റുകൾക്ക് എപ്പോഴും പ്രാപ്യനായിരുന്നതിനാൽ എന്നും വാർത്തകളിൽ ധൂത് നിറഞ്ഞു നിന്നു. തന്റെ ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ഓയിൽ ആൻഡ് ഗ്യാസ്, സെല്ലുലാർ സേവനങ്ങൾ തുടങ്ങി മറ്റ് മേഖലകളിലേക്കും വീഡിയോകോൺ ഇൻഡസ്ട്രീസിനെ അദ്ദേഹം വ്യാപിപ്പിച്ചു. എന്നാൽ വീഡിയോകോൺ ടെലികമ്മ്യൂണിക്കേഷൻസുമായി സെല്ലുലാർ സേവന മേഖലയിലേക്ക് പ്രവേശിച്ചതോടെ ധൂതിന്റെ പതനം ആരംഭിക്കുകയായിരുന്നു. ലൈസൻസുള്ള 18 സർക്കിളുകളിൽ 11 മാത്രമേ വീഡിയോകോൺ ടെലികമ്മ്യൂണിക്കേഷൻസിന് വാണിജ്യ സേവനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. 2012 2G സ്പെക്ട്രം കേസിന് പിന്നാലെ 2008 കേന്ദ്ര സർക്കാർ നൽകിയ 122 ലൈസൻസുകൾ സുപ്രീം കോടതി റദ്ദാക്കിയതിൽ 21 ലൈസൻസുകൾ വീഡിയോകോണിൻ്റേതായിരുന്നു. 2012 സ്പെക്ട്രം ലേലത്തിൽ വീഡിയോകോൺ 6 സർക്കിളുകളിൽ ലൈസൻസുകൾ തിരികെ നേടിയെങ്കിലും അന്ന് വിപണി ഭരിച്ചിരുന്ന ഭാരതി എയർടെലിന് വിൽക്കുകയും വീഡിയോകോൺ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ സാമ്പത്തിക കാലാവസ്ഥയും വളരെ പെട്ടെന്നാണ് മാറിയത്. ആഗോളവൽക്കരണവും കേന്ദ്ര സർക്കാരിന്റെ ഉദാരവൽക്കരണ നയങ്ങളും വിദേശ കുത്തകകൾക്കായി ഇന്ത്യൻ കമ്പോളത്തിന്റെ വാതിലുകൾ തുറന്നു നൽകി. 90കളുടെ അവസാനത്തിൽ ദക്ഷിണ കൊറിയൻ ഭീമന്മാരായ LG ഇലക്ട്രോണിക്സ്, സാംസങ് എന്നിവ ഇന്ത്യൻ വിപണിയിൽ പ്രവേശിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയും ഗുണനിലവാരവുമുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ വിപണിയിലെത്തിക്കാൻ ഈ കുത്തക ഭീമന്മാർക്ക് കഴിഞ്ഞു. അവരോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വീഡിയോകോൺ വിയർത്തു. ദക്ഷിണ കൊറിയൻ ബ്രാൻഡുകളായ സാംസങ്, LG എന്നിവയിൽ നിന്നുള്ള കടുത്ത മത്സരവും ഓയിൽ ആൻഡ് ഗ്യാസും ടെലികോം പോലെയുള്ള ഫാന്റസികളിലേക്ക് വീഡിയോകോണിന്റെ അനാവശ്യ വൈവിധ്യവൽക്കരണവും ധൂതിന്റെ തകർച്ചയ്ക്ക് കാരണമായി. 2012ഓടെ SR ഗ്രൂപ്പ്, GVK, GMR എന്നിവയുൾപ്പെടെ ഉയർന്ന കടബാധ്യതയുള്ള മറ്റ് സ്ഥാപനങ്ങളുടെ പട്ടികയിൽ വീഡിയോകോണും ഇടം പിടിച്ചു. ഒരു കാലത്ത് രാജ്യത്തെ വ്യവസായ പരിപാടികളിലും കോർപ്പറേറ്റ് സൗഹൃദ കൂട്ടായ്മകളിലും ബജറ്റ് കൺസൾട്ടേഷനുകളിലും ഉൾപ്പെടെ സർവ്വവ്യാപിയായിരുന്ന ധൂതിന്റെ വീഡിയോകോണിനെതിരെ 2018ഓടെ കോടതി പാപ്പരത്ത നടപടികൾ ആരംഭിച്ചു. പലിശയടക്കം 31,000 കോടിയോളം രൂപയായിരുന്നു വീഡിയോകോണിന്റെ കടം. ഒരു വർഷത്തിനുള്ളിൽ ICICI ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട കേസിൽ ധൂത് ജയിലിലുമായി. 2023 ജനുവരിയിൽ വേണുഗോപാൽ ധൂതിന് മുംബൈ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. പിന്നീട് തന്റെ കമ്പനിയെ വിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതും വിജയം കണ്ടില്ല.